ഇത്രയധികം മാങ്ങ ഉള്ള ഈ ഒരു കാലത്ത് ഇതുപോലൊരു മാങ്ങാക്കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാക്കറിയുടെ റെസിപ്പിയാണേ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് ആദ്യം ഞാൻ കുറച്ചൊരു ചനച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓർഗാനിക് ആയതുകൊണ്ട് നമുക്കതിൽ കല്ലൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 പീസോളം ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ കിടന്ന് ഇത് ബാക്കി കൂടി ഒന്ന് അങ്ങ് വെന്ത് വരണം. ശർക്കര മാങ്ങയിലൊക്കെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ദാ മാങ്ങയിൽ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് താളിച്ചെടുക്കണം. അപ്പോൾ അതാ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുഞ്ഞുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ അങ്ങ് വാടി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുത്താൽ സംഭവം സെറ്റായിട്ടും. സൂപ്പർ ടേസ്റ്റാണ് ഇത്. നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോയത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.